കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴക്കല്ലാണ്. ഈ പാട്ടൊക്കെ പാടി നടന്നിരുന്നൊരു കാലമുണ്ട്. നമ്മൾ മുടിയൊക്കെ കുറച്ച് താഴത്തേക്ക് ഇട്ട് ഒരു ബട്ടണൊക്കെ തുറന്നിട്ട് ചെറിയ ഷർട്ടൊക്കെ ഇട്ട് നടന്നിരുന്ന കാലഘട്ടം, പ്രണയിച്ച് നടന്നിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മളെ പ്രണയിക്കാൻ പ്രേരിപ്പിച്ചിരുന്ന കുറേ പാട്ടുകൾ, കുറേ കോമഡി പാട്ടുകളും മിമിക്രി പാട്ടുകളൊക്കെ ആയിട്ട് നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെടുത്തിയിരുന്ന ഒരു നല്ല കലാകാരൻ, നമ്മളെ അന്നത്തെ ഒരു റാപ്പർ ഹീറോ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ജലാൽ. എന്തായാലും ഇതിനെ പറ്റി പറഞ്ഞതൊക്കെ ഞാൻ കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്തായാലും ഇവനെ കാണാൻ രണ്ടുപേരും ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ് നമ്മളെ രണ്ടാളെ ആഗ്രഹം. അതെന്തായാലും ഇന്ന് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാഷാ അല്ലാ സെറ്റാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള എന്തൊക്കെയാണ് ഇനി പുതിയ പ്ലാനുകൾ? ഇപ്പോൾ ഒരു ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ പോലെ പഴയ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പഴയതിനേക്കാൾ മികച്ചതൊക്കെ പ്ലാനിലുണ്ടോ? തീർച്ചയായിട്ടും. അതിലേറ്റവും കൂടുതൽ പറയേണ്ടത് ഇപ്പോൾ ഷാഫീൻ്റെ പുതിയ ഒരു റൂട്ട് മനസ്സിലായില്ല. കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ പാടിയ പാട്ട് ഷാഫി തരംഗം വീണ്ടും വന്ന് അതിലൂടെ നമുക്കെല്ലാവർക്കും സ്റ്റേജുകൾ വന്ന് പണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഇപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ നമുക്കും തോന്നി നമ്മളൊരു 20 കൊല്ലം ബാക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അന്ന് നമുക്ക് എന്തൊക്കെയാണോ കിട്ടിയത് അതൊക്കെ ഇന്നും കിട്ടുന്നുണ്ട്. പുതിയ വർക്കൊക്കെ ചെയ്യണം തോന്നിക്കഴിഞ്ഞപ്പം ലാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് ഇറക്കി. കണ്ണീരൊന്ന് തന്നോളെ, നെഞ്ചിൽ താളം തീർത്തോളെ, കനവായി ഇന്ന് പെയ്തോളെ, നോട്ടമെറിഞ്ഞോളെ. ഈ പാട്ട് ഇറക്കി കഴിഞ്ഞപ്പം കുറേ ആളുകൾ ആ പാട്ട് ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് നല്ല കമൻറ്റ് ചെയ്ത്. അപ്പോൾ പിന്നെ തോന്നി സജീവമായിട്ട് ഇനി രണ്ടാമതും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാമെന്നുള്ളത്. തീർച്ചയായിട്ടും നൗഷർ പറഞ്ഞ പോലെ ഫുൾ വാമായിട്ട് സെറ്റായിട്ട് വർക്കായിട്ട് വരും. പഴയ പാട്ടുകളിൽ നിന്ന് എന്തെങ്കിലും റീമേക്ക് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാനിലുണ്ടോ? പാട്ട് നമുക്ക് ഇപ്പം കുറേ കമ്പനികൾ നമ്മൾ പാടാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നവരുണ്ട്, എഴുത്ത് തന്നിട്ട് പാടാൻ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എന്താണ് പ്ലാൻ എന്ന് പറയുന്നതിൽ നല്ലത് നമ്മളത് ചെയ്ത് കാണിക്കണം. നിങ്ങളെ ശരിക്കും നല്ല ആസ്വദിച്ചതാക്കിയാണ് ആ സംഭവങ്ങളായിരുന്നു, ആ പാട്ടായിരുന്നു നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ട് അതാണ്. കാരണം അത് സ്റ്റേജ് പാടുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. ഓഡിയൻസിനെ ത്രില്ലടിപ്പിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, കുറച്ച് തമാശയൊക്കെ നിറഞ്ഞിട്ട് കിണു വെച്ച് പാട്ട് പാടാന്നുള്ളത്. പക്ഷേ അന്നത്തെ കാലത്ത് അത് ഇറങ്ങിയതിൽ ഇന്ന് ആ പാട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ടും മനസ്സിന് സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് ഈ റാപ്പർമാരെ കൊണ്ട് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷെ അന്നൊക്കെ എന്താ പറയുക, മലബാർ ഏരിയയിൽ നമുക്ക് ഒരൊറ്റ റാപ്പറേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഞാനതിങ്ങനെ പറയുമ്പം സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഞാൻ എത്രത്തോളം അങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് തോന്നിയിട്ടില്ല. ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം ചെയ്യണം തോന്നി. അതിനുശേഷം ടോന്ന് പറഞ്ഞിട്ട് വേറൊരു വർക്ക് ചെയ്തു. എന്നാലും ആളുകൾ അങ്ങനെ ഒരു കോംപ്ലിമെൻറ്റ് തരുമ്പം അതിൻ്റെ ഉള്ളിലുള്ളൊരു കഴിവാണെങ്കിൽ അങ്ങനെയുള്ളൊരു പാട്ടുകൾ ചെയ്യണം, എന്നിട്ട് ഒന്നുകൂടെ ആളുകളിൽ നിന്നും ആ ഒരു പ്രശംസ വാങ്ങണം എന്നുള്ളൊരാഗ്രഹം. എനിക്ക് തോന്നുന്നത് പാട്ടിനേക്കാൾ കൂടുതൽ മിമിക്രീനോട് കുറച്ചും കൂടി ഇഷ്ടമുണ്ട് തോന്നുന്നു. സത്യത്തിൽ മിമിക്രി ആർട്ടിസ്റ്റാണ്. പിന്നെ കുറേ സ്റ്റേജിൽ ഇതിപ്പം നമ്മൾ ഗാനമേളക്ക് പോയതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ മിമിക്രിക്കാണ് പോയത്. ആ മിമിക്രിയാണ് നമുക്ക് ഇന്ന് പാട്ട് പാടാനും അല്ലെങ്കിൽ വേദിയിൽ ആങ്കർ ആവാനൊക്കെയുള്ള ഒരു പവർ. നമ്മൾ ഈ ചെറുപ്പത്തിൽ ഒരു ചൈന ഫോണായിട്ടൊക്കെ നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ വീഡിയോസൊക്കെ ഫോണിൽ ആൽബം വീഡിയോസൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന ഒരു പാട്ട് എനിക്ക് തോന്നുന്നത് ഈ നഷ്ടപ്രണയത്തിൻ്റെ അറിഞ്ഞിരുന്നില്ല, അതിലെ നിങ്ങൾ അഭിനയിച്ച ആ ഒരു പാട്ടായിരുന്നു കൂടുതലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. സോറിഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബമാണ്. സക്കീർ പിന്നെ നിസാം അങ്ങനത്തെ ആ ഒരു ടീമിൻ്റെ അടുത്താണ് ആ ഒരു പാട്ട് കിട്ടണത്. അതിൽ അഭിനയിക്കാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ ആ പാട്ട് ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു 10 പാട്ട് പറയുന്നതിൽ ഒരു പാട്ട് ഇതായിട്ട് വരും. പിന്നെ കുറേ ഷാഫിക പാടിയ കുറേ പാട്ടുകൾ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാ പരിചയപ്പെട്ടതിലും ഇങ്ങനെ ഒരു ചെറിയ കൂടിക്കാഴ്ചയിൽ ഒരുമിച്ച് കൂടിയാലൊക്കെ ഒരുപാട് സന്തോഷം. കണ്ണിലിതെന്നും മുഖമാ, ചുണ്ടിലിതെന്നും പേനിശല, കവിതകളെഴുതും നേരം ഞാൻ പുഞ്ചിരി മാത്രം കാണുന്നു, വെള്ളിനിലാവിൽ നിന്നും പോലെ